എൻവിഡിയയുടെ GeForce Now ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് ഇന്ത്യയിൽ നടക്കാനായിട്ടുള്ള ആദ്യ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടായിരിക്കും നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ PC ഗെയിമിംഗ് വില കൂടിയത് കാരണം കൺസോളിലേക്ക് മാറാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് കാരണം ഒരുപക്ഷെ PS5ൻ്റെ സ്റ്റോക്കിനെ എഫക്ട് ചെയ്തേക്കാം, പിന്നെയുള്ള പ്രൈസിനെ എഫക്ട് ചെയ്തേക്കാം. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. കുറച്ചാൾ മുമ്പ് വരെ ആസ്റോക്കിൻ്റെ നമ്മുടെ B850 സീരീസിലുള്ള ആ ഒരു മദർ ബോർഡൊക്കെ നമ്മുടെ X3D CPU കൊന്നുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളുടെ Asusഉം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരും പതുക്കെ CPU കൊല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഒരു അൾട്രാ റിച്ച് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു PC ബിൽഡ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു GPU വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു വിശേഷങ്ങളും പറയാം. ഇന്റലിന്റെ ഗ്രാഫിക് കാർഡിന്റെ സെക്ഷൻ വീണ്ടും പോസിറ്റീവ് ന്യൂസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു ഫീച്ചർ, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് കാർഡായിട്ടുള്ള ഒരു ഫസ്റ്റ് ജനറേഷനിലുള്ള ആ സീരീസിലുള്ള ആ ഒരു കാർഡ് വരെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് FPS ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ട് ഇന്റൽ അത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു മൾട്ടി ഫ്രെയിം ജനറേഷൻ സ്റ്റോറി, അതും അതിനെക്കുറിച്ചും സംസാരിക്കുക. പിന്നെ പുതിയ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റിൽ നമ്മുടെ കോമഡി വിശേഷങ്ങൾ പോലെ, എന്താ പറയാ, പണ്ട് കാലത്ത് ഗോൾഡാണ് ഗിഫ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, വലിയ ഗിഫ്റ്റുകൾ പോലെ. ഇന്നത്തെ കാലത്ത് അത് മാറി ഇപ്പോൾ ഗോൾഡിനേക്കാളും നല്ല വാല്യൂ ഉള്ള അല്ലെങ്കിൽ PC ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും ഇന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹാർഡ്വെയർ ടിവിയുടെ ഹാർഡ്വെയർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചർച്ചയല്ല, കണ്ട കാര്യം പറയാൻ വേണ്ടി പോകണമെന്ന് പറയുന്നത് നമ്മളുടെ എൻവിഡിയയുടെ ക്ലൗഡ് ഗെയിമിംഗ് സർവീസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളുടെ എൻവിഡിയ GeForce Now എന്നാണ് ഈ ക്ലൗഡ് ഗെയിമിംഗ് സർവീസിന്റെ ആ ഒരു സംഭവത്തിന്റെ പേര്. സംഭവം മുംബൈയിൽ വെച്ചിട്ട് ഫെബ്രുവരി 6 ഒരു വലിയൊരു ഇവന്റ് നടത്തിയിട്ടുണ്ടായി. ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു ഷോ പരിപാടികളൊക്കെ. അപ്പോൾ നമ്മളുടെ എൻവിഡിയ, നമ്മളുടെ IGN ഇന്ത്യ, അവരെയും പിന്നെ കുറച്ച് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടെക് ക്രിയേറ്റേഴ്സിനെയും ഫുൾ എക്സ്പെൻസും കൊടുത്തിട്ട് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൗഡ് ഗെയിമിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ചെറിയൊരു സംഭവം പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് നമ്മൾ സ്ട്രീമിംഗ് ചെയ്യണ പോലത്തെ ഒരു പരിപാടി, അതായത് നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ആ ഒരു സംഭവങ്ങളൊക്കെ സ്ട്രീം ചെയ്ത ഒരു പരിപാടി കാണൂലേ, അത് കാണുന്നത് പോലെ തന്നെ, അതായത് നിങ്ങൾക്ക് ആ സംഭവം കാണുന്നത് പോലെ തന്നെ സ്ട്രീം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാം. അതായത് നിങ്ങൾക്കൊരു മൗസും സംഭവങ്ങളും കീബോർഡ് അല്ലെങ്കിൽ ഇൻപുട്ട് കൺട്രോളർ ഇവിടെ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ സാധനം സ്വന്തമായിട്ട് വേണമെന്നില്ല, നിങ്ങൾക്ക് ഒരു മോണിറ്റർ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്പ്ലേ, അതായത് ഒരു ഫോണാകാം, ഒരു ടാബ്ലറ്റ് ആകാം, ഒരു പഴയ ലാപ്ടോപ്പ് ആകാം, അതിന് ആ ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ആ ഒരു ക്വാളിറ്റി, അത് ഇമേജ് ക്വാളിറ്റി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഒരു പൊട്ടയെന്ന് ഞാൻ പറയണില്ല, ഒരു പഴയ ഹാർഡ്വെയറിൽ നിങ്ങൾക്ക് RTX 5080 ലെവലിലുള്ള ഗ്രാഫിക്സ് കാർഡിൻ്റെ ആ ഒരു ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിലൂടെ ആ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് സ്ട്രീം ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ സാധനം വേണമെന്നില്ല, നിങ്ങൾക്ക് ആ ഒരു സ്ട്രീമിംഗ് സർവീസിലൂടെ നിങ്ങൾക്ക് ആ ഗെയിം ഇവിടെ നിന്നുകൊണ്ട് കളിക്കാം. അതായത് നമ്മൾ സിനിമ സ്ട്രീം ചെയ്ത് കാണുന്നത് പോലെ തന്നെ ഗെയിം സ്ട്രീം ചെയ്ത് കളിക്കുന്നു. ഇതാണ് സംഭവം, ക്ലൗഡ് ഗെയിമിംഗ് എന്നുള്ള സംഭവം. നമ്മുടെ എക്സ്ബോക്സ് എന്ന് പറഞ്ഞാൽ ആ കൺസോളിൻ്റെ ഇവർക്കും ഈ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻവിഡിയയും ഈ ഫീൽഡിലേക്കല്ല ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മളുടെ നോർത്ത് അമേരിക്കയിലുണ്ട് ഈ പരിപാടി, പിന്നെ യൂറോപ്പിൽ, അതായത് ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഉള്ള സ്ഥലത്ത്, വെസ്റ്റേൺ യൂറോപ്പ് ആ ഒരു ഏരിയയിൽ മൊത്തമുണ്ട്. മൂന്നാമത്തെ കോണ്ടിനെൻ്റായിട്ട് അവിടെ തിരഞ്ഞെടുത്തത് ഇന്ത്യയാണ്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് ആണെങ്കിലും ഈ ഹാർഡ്വെയർ PC ഗെയിമിങ് ഇത്തിരി എക്സ്പെൻസീവാണ് കമ്പയർ ടു, എന്താ പറയുക, മറ്റൊരു ഹോബീനെ വെച്ച് നോക്കാൻ നേരത്ത് PC ഗെയിമിങ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഇത്രയും പേരുണ്ടായിട്ട്, അപ്പോൾ അവരെ കൊണ്ടിട്ട് സ്ട്രീം ചെയ്ത് ഗെയിമിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് എൻവിഡിയ ഈ സംഭവമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നല്ല റിസോർട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറേ പോരായ്മകളുണ്ട്. മാസം സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് പൈസ കൊടുക്കുന്ന പോലെ, എന്താ പറയുക, നമ്മളുടെ എൻവിഡിയ പ്രൈസിങ്ങിൻ്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എൻവിഡിയ നടത്തിയ സംഭവത്തിൽ മുംബൈയിലായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഫസ്റ്റ് ഇതിൻ്റെ മെയിൻ ഡാറ്റ സർവർ, അല്ലെങ്കിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവരുടെ മെയിൻ സംഭവം പോകുന്നത്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഗെയിം സ്ട്രീം ചെയ്ത് കളിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള, ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർ വാക്കൊന്നും എനിക്കറിയില്ല, അതായത് ഇതിൻ്റെ മെയിൻ കണക്ഷൻ ഏരിയ ഓഫീസ് എന്നൊക്കെ പറയണമെന്നില്ല. അതായത് ഇതിൻ്റെ നമ്മളുടെ ഈ ഡാറ്റയുടെ സിസ്റ്റമോ സ്ട്രീമിങ്ങിൻ്റെ സംഭവങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയൊക്കെ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ആ മെയിൻ സിസ്റ്റങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം മുംബൈയിൽ നിന്നായിരിക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് മുംബൈ വരെ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് ഇതിൻ്റെ പരിപാടി, സ്ട്രീം ചെയ്യുന്ന പരിപാടി. അപ്പോൾ ആദ്യം അവർ ഓർഗനൈസ് ചെയ്ത ടെസ്റ്റിൽ എല്ലാവരും വന്ന് കളിച്ച് അഭിപ്രായം പറഞ്ഞത് അടിപൊളി, ഒന്നും പറയാനായിട്ടില്ല, നല്ല അടിപൊളി സംഭവമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ക്ലൗഡ് ഗെയിമിന് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് ലേറ്റൻസിയാണ്. അതായത്
നിങ്ങളൊരു ഗെയിം കളിക്കാൻ നേരത്ത് എവിടെയെങ്കിലും പ്രസ് ചെയ്യാൻ നേരത്ത് ആ ഒരു ആക്ഷൻ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ പറയുന്ന മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ആയിരിക്കോട്ടെ, അതായത് 1 സെക്കൻഡ് ഒന്നും എടുക്കുന്നില്ല ഒരിക്കലും. പക്ഷെ എന്നാൽ പോലും ഈ ചെറിയ മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും ഒരുപാട് നേരം ഗെയിം കളിക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. നല്ല ആ റെസ്പോൺസീവ് ആയിരിക്കില്ല ഗെയിം. നമ്മളൊരു സംഭവം ചെയ്യുന്നു, അത് വരുന്നു, അപ്പോൾ അടുത്ത മൂവൊക്കെ പ്ലാൻ, ആ ഒരു രീതിയിൽ. ഇതിപ്പോൾ കളിച്ച എല്ലാവരും പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്, സൂപ്പറാണ്, ടോപ്പാണെന്നുള്ള രീതിയിലാണ്. ഇത് സംഭവം അവരെ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് അവർ ഇതിനെക്കുറിച്ച് മോശമായിട്ട് പറയുമെന്ന് എനിക്കറിയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ കളിച്ച ഏരിയ സെറ്റപ്പ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് എൻവിഡിയുടെ ഈ സംഭവങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ സെർവർ, അതായത് ഇന്ത്യയിൽ ഭാവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് കളിച്ചാലും നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്ന് കളിച്ചാലും കർണാടകയിൽ നിന്ന് കളിച്ചാലും എവിടെ നിന്ന് കളിച്ചാലും ഇതിൻ്റെ എല്ലാ ഉറവിടം എന്ന് പറയുന്നത് മുംബൈ ബേസ്ഡ് ആയിരിക്കും. മുംബൈയിൽ ബേസ്ഡ് പരിപാടിയിൽ മുംബൈയുടെ തൊട്ടടുത്ത് ആ സെയിം സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ട് പരിപാടി നടത്തുന്നതെന്ന് പറയാൻ നേരത്ത് ഇൻപുട്ട് ലേറ്റൻസി ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതായത് എന്നാൽ പോലും 3 മില്ലി സെക്കൻഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. നമ്മളുടെ നല്ലൊരു അടിപൊളി മോണിറ്റർ എന്ന് പറയുന്നത് എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മോണിറ്റർ തന്നെ നല്ല പൈസ വരും. 1 മില്ലി സെക്കൻഡ് അടിയിൽ നല്ല ആ ഒരു റെസ്പോൺസീവ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 3 മില്ലി സെക്കൻഡ് ഒന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അത് ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിംഗ് എന്ന് പറയുന്നത് RTX 5080 ലെവലിലുള്ള പെർഫോമൻസ് ഉള്ള ഗെയിമിംഗ് PC ആണ് നമുക്ക് ഇന്ത്യയിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സംഭവത്തിൻ്റെ ലോഞ്ച് ഡേറ്റും പ്രൈസിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിങ്ങിനെ കുറിച്ചിട്ട് എൻവിഡിയുടെ സംഭവത്തെക്കുറിച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ബോക്സിൽ നിങ്ങൾക്ക് എക്സ്ബോക്സിൻ്റെ ഗെയിം പാസിലുള്ള ഗെയിംസ് മാത്രമേ നിങ്ങൾക്ക് ക്ലൗഡ് സ്ട്രീമിങ്ങിലൂടെ കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എൻവിഡിയുടെ GeForce Now എന്ന് പറഞ്ഞ ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്റ്റീമിൽ ഗെയിം ഉണ്ടാകാം. ഒറിജിനൽ സൈറ്റ് ഗെയിം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ടൈപ്പ് സൈറ്റ് ഗെയിമൊന്നും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്ത സംഭവമൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീമിൽ ഗെയിം ഉണ്ടാവും, എപ്പിക് ഗെയിംസിലുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് ഗെയിം ഉണ്ടാവാം. അപ്പോൾ ഈ ഗെയിം എല്ലാം നിങ്ങൾക്ക് GeForce Now എന്നുള്ള ക്ലൗഡ് ഗെയിമിങ്ങിലൂടെ ആക്സസ് ചെയ്യാം. ആ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളുടെ എക്സ്ബോക്സിലുള്ള പോലെ തന്നെ അവരുടെ ആ ഒരു മാത്രമല്ല, അതായത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് നമ്മളുടെ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നെറ്റ്ഫ്ലിക്സ് നമ്മൾ കാണുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ പരിപാടി മാത്രമാണ്, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എൻവിഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നമുക്ക് ഏത് പരിപാടി വേണമെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കത് സംഭവം ഉപയോഗിക്കാം. ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ CQS എന്ന് പറയുന്ന സംഭവം, സിനിമാറ്റിക് ക്വാളിറ്റി സ്ട്രീമിംഗ് എന്നുള്ള സംഭവം, അത് നല്ലൊരു ഈ സ്ട്രീമിംഗ് സംഭവത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകത. നല്ല കളർ, നല്ല വൈബ്രൻറ്റ് കളേഴ്സ്, പിന്നെ HDR10 എന്നുള്ള ആ ഒരു ഫീച്ചർ, നല്ല ഹൈ ഡൈനാമിക് റേഞ്ച്, നല്ലൊരു സംഭവം, ഇമേജ് ക്വാളിറ്റി ഒക്കെ എല്ലാം നല്ല അടിപൊളി പക്ക ആയിരിക്കും. ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിമേഴ്സിന്റെ ഭാഗത്ത് മാത്രമുള്ള നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ലേറ്റൻസി സ്ട്രീമിംഗ്, അതായത് LLS എന്ന് പറയും. ഇതിന്റെ നെറ്റ്വർക്കിംഗ് ടേംസ് ഒന്നും പ്രോപ്പറായിട്ട് ഞാൻ വലിയ പണ്ഡിതനല്ല. നമ്മുടെ ഇന്ത്യയിൽ L4S എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതും ഞാൻ ടെക്നോളജിക്കൽ ഇതല്ല, എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ട്രീമിങ്ങിൻ്റെ ട്രാഫിക് കൺട്രോൾ ചെയ്ത് വിടുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പരിപാടി വാച്ച് ചെയ്യുന്നു, എനിക്ക് നല്ല പൈസ, നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർനെറ്റ് ഉണ്ട്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻ്റർനെറ്റാണ്. മറ്റേ ആൾക്കും അതേ സെയിം ലെവലുള്ള ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ് ഉള്ള ഇൻ്റർനെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണാൻ നേരത്ത് ഞാൻ സ്ട്രീമിംഗ് ഒരു വീഡിയോ ആണ് കാണുന്നത് വിചാരിക്കുക, എനിക്ക് അറിയാവുന്ന ഭാഷയിൽ പറയാം, ബെറ്ററായിട്ട് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ നേരത്ത്, ഞാൻ ഇവിടെ നിന്ന് സ്ട്രീം ചെയ്ത് വീഡിയോ കാണുന്ന അയാൾ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു. അപ്പോൾ ഞാൻ കാണാൻ നേരത്ത് ഇപ്പോൾ കുറച്ച് ഡാറ്റ അവർ മുൻകൂട്ടി അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ലോഡായി കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ വീഡിയോ ഒറ്റടിക്ക് ആരും വീഡിയോ കാണുന്നില്ല. അപ്പോൾ പതുക്കെ ഇങ്ങനെ വരും, ആ ഡാറ്റ സേവ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതനുസരിച്ച് അത്രയും നേരം നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മറ്റേ സ്ട്രീം ചെയ്യുന്ന സമയം, അപ്പോൾ ഇത് ഒരു സിറ്റുവേഷൻ. അപ്പോൾ സ്ട്രീം ചെയ്ത് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് ഈ ക്ലൗഡ് ഗെയിമിങ്ങിലൂടെ ആൾ ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കൂടുതലും ഫുൾ ടൈം എന്താ പറയുക, ഗെയിമിങ്ങിനെ സംഭവം ഡാറ്റ അപ്ലോഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം, ഈ ഒരു സംഭവം. അപ്പോൾ അയാൾക്ക് ഫുൾ ടൈം ഇൻ്റർനെറ്റ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഒരു ട്രാഫിക്കിലായിരിക്കണം അയാൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ടെക്നോളജി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടുപിടിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡാറ്റ ലോഡായിട്ട് മുൻകൂട്ടി ഡൗൺലോഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ പതുക്കെ എൻ്റെ ഇൻ്റർനെറ്റിനെ എൻ്റെ ട്രാഫിക്കിന് ഇത്തിരി വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ആ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ സമയത്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കും, അയാൾക്ക് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ. അപ്പോൾ എനിക്ക് എത്ര വലിയ ഇൻ്റർനെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു സംഭവം എന്താ പറയുക, സംഭവം അപ്പോഴും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് ഡാറ്റ ലോഡായി ഓൾറെഡി കിടപ്പുണ്ട്. പക്ഷെ എന്നാൽ പോലും അയാൾക്ക് ആ ഇന്റർനെറ്റ് ഫുള്ള് യൂസ് ഒന്നും പറയുന്നില്ല. അയാളുടെ ആ ഒരു പ്രയോറിറ്റി മാറ്റിയിട്ട് ഒരു സ്ട്രീമർക്ക് കൊടുത്തു. അപ്പോൾ ഇത് ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു തരം ഈ ഇന്റർനെറ്റ് സർവീസ് ISP, അതായത് ഇന്റർനെറ്റ് സർവീസ് ഇവർ ചെയ്യുന്ന ഒരു തരം നെറ്റ്വർക്കിങ്ങിലുള്ള എന്തോ ഒരു സംഭവമാണത്. ഈ ഒരു സംഭവം ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് നല്ല ഫാസ്റ്റുള്ള നെറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അയാൾക്ക് സ്ലോ ഉള്ള നെറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് സെയിം ലെവലുള്ള നെറ്റ് ഉണ്ടെങ്കിൽ അയാൾക്കും സെയിം ലെവലിലുള്ള ഒരു
ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ ഒരു സ്ട്രീമിൻ്റെ സെർവർ കാര്യങ്ങളനുസരിച്ച് അതിൻ്റെ അകത്ത് എത്ര പേരുണ്ട്, ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ പേരായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ചിലപ്പോൾ കുറയാനായിട്ട് സാധ്യതയുണ്ട്. നല്ല ഇൻ്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും 100 Mbps വരെ ഇത് സ്ട്രീം ക്വാളിറ്റി ഉണ്ടെന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പേടിക്കാണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ത്യയിലെ പോലത്തെ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു ക്രൗഡറായിട്ടുള്ള സ്ഥലത്ത് ഒറ്റയടിക്ക് പെട്ടെന്ന് ഗെയിം കളിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ IPL സീസണിൻ്റെ സമയത്ത്, ഫുട്ബോളിൻ്റെ സീസൺ സമയത്ത് ഗെയിം കളിക്കൽ ഇതൊക്കെ വരാൻ നേരത്ത് ആ പറഞ്ഞ ടെക്നോളജി നമുക്ക് ഇല്ലാത്തത് കൊണ്ടിട്ട് ഗെയിം കളിക്കുന്ന സ്ട്രീമേഴ്സിനും വലിയൊരു അത് സ്ട്രീം ചെയ്ത് ക്ലൗഡ് ഗെയിമിംഗ് ചെയ്യുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ബെറ്ററായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുക. എൻ്റെ ആ നെറ്റ്വർക്കിംഗ് ടെക്നോളജിക്കൽ സംഭവങ്ങൾ അത്ര അറിവ് പോരാ. അപ്പോൾ ഏകദേശം സംഭവം മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മളുടെ രണ്ടാമത്തെ ടെക് വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ PS6 ലോഞ്ച് ഡിലേ ആയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ റാം പ്രൈസ്, SSD പ്രൈസ് ഇതെല്ലാം അടിച്ചു കയറി നിൽക്കണേണ്. അപ്പോൾ ഇതിപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഇത് ഏകദേശം അറിയായിരുന്നു നമുക്ക് ഇതെന്തായാലും ഡിലേ ആകുന്നത്. അത് 2027 പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന GDDR7 30 GB VRAM ഉള്ള ഒരു കൺസോള് ഡിലേ ആയി. അതായത് 30 GB VRAM അവർ ഒപ്പിക്കണം GDDR7 ആ ഒരു ഇതിൽ. അപ്പോൾ അത് ലോകത്ത് മൊത്തം റിലീസ് ചെയ്യാന്നുള്ള എനിക്ക് തോന്നണില്ല അത് ഈ അടുത്തെങ്ങാനും നടക്കുമെന്ന്. PlayStation 5 ആയിരിക്കും, പിന്നെ ഇപ്പോൾ ഉള്ള PC ഹാർഡ്വെയർ ആയിരിക്കും, അതായത് AM4 ബേസ്ഡ് പ്ലാറ്റ്ഫോമും. ഇത് ഇപ്പോൾ ഉള്ള ജനറേഷൻ നല്ല കുറേ നാളുകളോളം നീണ്ടു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ PlayStationൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PlayStation ഇപ്പോൾ GTA 6 ഈ വർഷം റിലീസാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവർക്ക് റാമിൻ്റെ പ്രൈസ് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന PCക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി ഡിലേ ആയാലേ ഉള്ളൂ. അപ്പോൾ GTA 6 കൺസോൾസിൽ ഈ വർഷം റിലീസാകും. അതിന് മുമ്പായിട്ട് എന്തായാലും ഒരു ബണ്ടിൽ ഡീൽസ് ഇറക്കും, GTA 6ഉം PlayStation കൂടി മേടിക്കാൻ നേരത്ത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്ത് എൻ്റെ പ്രഡിക്ഷനാണ് കേട്ടോ, കൺസോൾസിൻ്റെ എന്തായാലും വില കൂടാൻ വേണ്ടി പോകണേണ്. പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൺസോൾ മേടിച്ച് വെച്ചോ. കാരണം ഇനിയിപ്പോൾ ആ ഒരു ലെവലിൽ പ്രൈസ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. GTA 6ഉം കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എല്ലാ PC ഗെയിമേഴ്സും എനിക്ക് തോന്നുന്നത് കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും GTA 6 ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോളിലേക്ക് പോകും. ഇതാണ് PlayStationൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്. PlayStationൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 30 GB GDDR7, അതായത് ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ AMDയുമായിട്ടൊരു സ്പെഷ്യൽ ചിപ്പ് റെഡിയാക്കും. അതായത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് Zen 5 ചിപ്പാണ് നമ്മളുടെ CPUs. അപ്പോൾ PlayStation വേണ്ടി AMD റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് Zen 6 ഉള്ള ആർക്കിടെക്ചറിൽ വരാൻ വേണ്ടി പോകുന്ന CPU ചിപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ CPUവും GPUവും വെച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേറ്റ് ട്രേസിംഗ് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ 2018 റേറ്റ് ട്രേസിംഗ് വന്നതിന് ശേഷം ഇന്ന് വരെ വലിയ മെച്ചം റേറ്റ് ട്രേസിംഗിൽ വന്നിട്ടില്ല. പെർഫോമൻസ് ഇഷ്യൂസ് മാത്രമാണ് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ആകപ്പാട് സൈബർപങ്ക് എന്നുള്ള ഗെയിമിലാണ്. അത് NVIDIA റേറ്റ് ട്രേസിംഗിൻ്റെ എന്താ പറയുക പട്ടി ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു ഗെയിമാണ് സൈബർപങ്ക്, അവരുടെ ആ റേറ്റ് ട്രേസിംഗ് സ്കിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കളിക്കുക, അത്യാവശ്യം നല്ലൊരു 3060 ഒക്കെ ഉള്ള ഗെയിമിംഗ് GPU ഉള്ള ആളാണെങ്കിൽ സൈബർപങ്ക് ട്രൈ ചെയ്ത് നോക്കി. എനിക്കൊന്ന് 1440p അത്യാവശ്യം കളിക്കാൻ പറ്റുന്നുണ്ട്, അതായത് അന്തസ്സുള്ള FPS വെച്ചിട്ട്. പിന്നെ PS6ൻ്റെ ഹാൻഡ് ഹെൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും 24 GB റാമിലാണ് വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതും എന്ത് വന്നാലും ഡിലേ ആകുമല്ലോ. അപ്പോൾ ഇതാണ് PlayStationൻ്റെ കൺസോളിൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക് വാർത്ത. അപ്പോൾ നമ്മളുടെ Ryzen 9000 സീരീസിലുള്ള X3D ചിപ്പുകൾ അത്യാവശ്യം ആസ്ട്രോക്കിൻ്റെ മദർ ബോർഡ്സ് ആയിട്ടുള്ള ആ ഒരു ബന്ധം അത്ര നല്ലതായിരുന്നില്ല. കുറച്ച് CPUകളൊക്കെ അടിച്ചു പോയായിരുന്നു. ചില സമയത്ത് CPUവിൻ്റെ ഇഷ്യൂ, മദർ ബോർഡ് ഇഷ്യൂ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ Asus TUF Gaming X870 ഈ ഒരു മോഡൽ നമ്മളുടെ ഒരു റെഡിറ്റിൽ വന്നൊരു ന്യൂസാണ്. ഒരു യൂസറിൻ്റെ CPU അയാൾ രാത്രി സിസ്റ്റം ഓണാക്കി വെച്ചിട്ട് പോയി, പക്ഷേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് മാത്രമേ റണ്ണിങ് ആയിട്ടുള്ളൂ. CPUവിൽ മാക്സിമം കൂടി പോലെ 10% ലോഡേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു യൂസിൽ പിറ്റേ ദിവസം കാലത്ത് എന്നിട്ട് വന്നപ്പോഴേക്കും ഇയാളുടെ CPUയുടെ കേസ് ഫാൻസ് നല്ല ശക്തിക്ക് കറങ്ങുന്നു. അപ്പോൾ DRAMൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എററായിട്ട്. പക്ഷേ എന്താ പറയുക, CPUവിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് DRAMൻ്റെ ഇഷ്യൂ വരും കേട്ടോ. CPUവിൻ്റെ എറർ ലൈറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ആ കളർ മാത്രമായിരിക്കില്ല കത്തണത്, DRAM ലൈറ്റ് കത്തി. അപ്പോൾ അയാൾക്ക് ഡൗട്ട് തോന്നി, CPU ചെക്ക് ചെയ്തു, മാറ്റി നോക്കി, അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്തു. മദർ ബോർഡിന് ഒരു കുഴപ്പമില്ല, CPU മാത്രമാണ് അടിച്ചു പോയത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മോഡൽ Asus TUF Gaming X870+. ഏത് വെർഷൻ ബയോസിലാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെന്താ പറയുക, Asusൻ്റെ മദർ ബോർഡ്സ് എല്ലാം മോശമാണെന്നല്ല, ഇതൊരു കേസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറച്ചാൾ മുമ്പ് വളരെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു PC പണയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് കുറച്ച് നാളത്തേക്ക് Asus TUF Gaming X870+ 5.5 ആ ഒരു മോഡലിൽ നിന്ന് മാറിയിരുന്നു. 7000 സീരീസിൻ്റെ X3D ചിപ്പും അടിപൊളിയാണ്. 7800 X3D. ഇപ്പം എനിക്ക് തോന്നുന്നു 7500 X3D പതുക്കെ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു പുതിയ ചിപ്പാണ്, നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല.
പക്ഷേ എന്താ പറയുക, അത് വലിയ പെർഫോമൻസ് ഡിഫറൻസും പ്രൈസ് ഡിഫറൻസ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഈ ഒരു കേസിൽ CPU-ൻ്റെ കേസിൽ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി മറന്നുപോയി. അതായത് ഇയാൾ ഓവർക്ലോക്കിംഗ് ഇയാളുടെ ബയോസിന്റെ വെർഷനിൽ മാത്രമുള്ള, അതായത് AMD PBO എന്ന് പറയും, പ്രിസിഷൻ ബൂസ്റ്റ് ഓവർക്ലോക്കിംഗ്. അതായത് ഓട്ടോമാറ്റിക് ഓവർക്ലോക്കിംഗ് ആണ്. നമ്മളുടെ CPU-യുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തോരം ഹെഡ് റൂം ഉണ്ട്, എന്തോരം പെർഫോമൻസ് ആവശ്യമുണ്ടെന്നൊക്കെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഓവർക്ലോക്ക് ചെയ്യുന്ന സെറ്റപ്പാണ്. ബയോസിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഓൺ ആയിരുന്നു. പിന്നെ നമ്മളുടെ റാം പ്രൊഫൈൽ AMD Expo എന്ന് പറഞ്ഞ റാം പ്രൊഫൈൽ, റാമിന്റെ ഫുൾ സ്പീഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈലും ഓൺ ആയിരുന്നു. ഇതല്ലാതെ വേറെ ഓവർക്ലോക്കിംഗ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും കൂടി ഞാൻ ജസ്റ്റ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങ് ജപ്പാനിൽ നമ്മളുടെ GDM എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ ആസ്ട്രോക്ക് സ്പോൺസർ ചെയ്തതാണ്. ഒരു നമ്മളുടെ തൈച്ചി വെർഷൻ XT 9070 XT കാർഡ് ടെസ്റ്റ് ചെയ്ത് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളൊരു അൾട്രാ റിച്ച് ഗൈ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നല്ല അടിപൊളി ഒരു PC ബിൽഡ് പണിയാൻ വേണ്ടി ആഗ്രഹിക്കുക, അതായത് നല്ലൊരു എസ്തെറ്റിക്കലി ലുക്കിംഗ് PC ബിൽഡ്, പൈസ എനിക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 9070 XTയുടെ ടൈച്ചി വെർഷൻ, പുതിയ വെർഷൻ, ഒരു ഡിസ്പ്ലേ സ്ക്രീനോട് കൂടിയാണ് വരുന്നത്. സംഭവം ഇത് കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾക്ക് ടെമ്പറേച്ചർ നോക്കാം, വെതർ നോക്കാം, ചെറിയ ആനിമേഷൻ, ഇവർ പറയുന്ന ആ ഒരു സ്പെക്കിലുള്ള പറയുന്ന സൈസിലുള്ള ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം ആ സ്ക്രീനിലൂടെ കണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേ, അതായത് നമുക്ക് CPU-യുടെ കൂളറിലുണ്ട്, കേസ് ഫാൻസിൻ്റെ ആ നടുക്കുള്ള ആ സ്ഥലത്ത് ഈ സംഭവം വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഡിസ്പ്ലേ നമുക്ക് പീസിനുള്ളിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ GPU-ലും കൂടി അത് എത്തിക്കഴിഞ്ഞു. എനിക്കൊന്നും ഇതാണ് ലാസ്റ്റ് മോഡലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തൈച്ചി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എസ്തെറ്റിക്കലി ലുക്കിംഗ് മോഡലാണ്, ഇത്തിരി പവർഫുൾ ആണ്. തൈച്ചി വെർഷൻ എന്ന് പറയുന്ന എല്ലാ വെർഷനും മദർ ബോർഡ് ആണെങ്കിലും കുറേ ഫീച്ചേഴ്സ് വരുന്ന ഒരു വെർഷനാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നമ്മളുടെ ഈ പറയുന്ന ജപ്പനീസ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് GDM എന്ന് പറയുന്ന ഒരു ടെസ്റ്റിൽ ഇവർ ഈ സംഭവം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ആസ്ട്രോക്കിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ പോളിക്രോം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആനിമേഷൻസ് ആണെങ്കിൽ 320x170 പിക്സൽസിൽ 1.4 MB ആ ഒരു സൈസിലൊക്കെ, അപ്പോൾ കുഞ്ഞു ഫൈൽസ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ആനിമേഷൻ സംഭവങ്ങളൊക്കെ നല്ല എസ്തെറ്റിക്കലി ലുക്കിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തിട്ട്, ഈ തൈച്ചി വെർഷൻ ടെസ്റ്റ് ചെയ്തിട്ട് പോലും ഇവരുടെ ആസ്ട്രോക്കിന്റെ തന്നെ തൈച്ചിയുടെ ഒരു Z890 മദർ ബോർഡിൽ ടെസ്റ്റ് ചെയ്തു. ബയോസ് പെർഫോമൻസ് മോഡിൽ ഇട്ടിട്ട് ഇതിന്റെ ബേസ് ആയിട്ടുള്ള ബൂസ്റ്റ് ക്ലോക്ക് എന്ന് പറയുന്നത് 3100 MHz ആണ്. അപ്പോൾ ഇതെങ്ങനെ അച്ചീവ് ചെയ്തെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് മോഡിൽ ഇത് 3100 ബൂസ്റ്റ് ക്ലോക്കിൽ പറയുന്നതിന് പകരം 3296 MHz അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് എത്ര നാള് എന്തുമാത്രം സസ്റ്റൈനബിൾ ആണ്, ഇതൊരു അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഓവർക്ലോക്കിംഗ് ഒക്കെ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടി മാത്രം ഇതൊക്കെ ഓവർക്ലോക്കിങ്ങിന് ഞാൻ പണ്ട് തൊട്ടിട്ടേ വലിയ ആരാധകനല്ല. അപ്പോൾ അതും പോസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എസ്തെറ്റിക്കലി ലുക്കിംഗ് PC വേണം എന്നുണ്ടെങ്കിൽ, വൈറ്റ് PC ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ട്രോക്കിൻ്റെ RX 9070 XT തൈച്ചി, പുതിയ തൈച്ചി വെർഷൻ സ്ക്രീനോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് പൈസ എങ്കിലും മേടിക്കുക. ഞാൻ ഏകദേശം ഒരു 3-4 മാസത്തോളം നമ്മളുടെ ഈ ഇൻ്റലിൻ്റെ B580 ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചതാണ്. ഞാൻ ശരിക്കും ഈ PCക്ക് വേണ്ടി ഈ PC പണിതപ്പോഴേക്കും ഫസ്റ്റ് യൂസ് ചെയ്ത ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ B580 കാർഡാണ്. അപ്പോൾ ആദ്യം വന്നിറക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇൻ്റൽ എന്നുള്ള GPU അല്ലെങ്കിൽ അവരുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ആ ഒരു ബ്രാഞ്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇപ്പോൾ കുറേ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, XeSS, അതായത് അവരുടെ അപ്സ്കെയിലിംഗ് ടെക്കിൻ്റെ ആ ഒരു പേരാണ്, അവരുടെ സോഫ്റ്റ്വെയർസുള്ള ആ ടെക്കിൻ്റെ പേരാണത്. അപ്പോൾ അവർ XeSS 3 അതിൻ്റെ മൾട്ടി ഫ്രെയിം ജനറേഷൻ, XeSS 3യുടെ മൾട്ടി ഫ്രെയിം ജനറേഷൻ എല്ലാ ഇൻ്റൽ GPU, അതായത് നിങ്ങളുടെ A വെച്ച് തുടങ്ങുന്ന GPUക്കും B വെച്ച് തുടങ്ങുന്നത്, അതായത് ആൽക്കമിസ്റ്റും ബാറ്ററി ഇമേജും ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും എല്ലാവർക്കും ഈ ഫ്രെയിം ജനറേഷൻ അവർ ഫ്രീ ആയിട്ട് പുതിയ ഡ്രൈവർ അപ്ഡേറ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ പേര് 32 ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ സംഭവം കുറേ പിന്നെ കുറച്ച് CPUസിലും വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ CPU ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിയോറിലേക്ക്, ആരോയിലേക്ക്, ലൂണാറിലേക്ക്, നിങ്ങളുടെ പഴയ PC ആയിരിക്കാം, ചിലപ്പോൾ പഴയ ലാപ്ടോപ്പ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങളുടെ ഗെയിംസിൽ കുറച്ചും കൂടി FPS ബൂസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഈ ഒരു ടെക്നോളജി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ടെക്നോളജി ഹാർഡ്വെയർ യൂസ് ചെയ്തുകൊണ്ടല്ല, നിങ്ങളുടെ ഹാർഡ്വെയർ പവർഫുൾ ആയിരിക്കണം അങ്ങനത്തെ രീതിയിലൊന്നുമല്ല, പ്യുവർലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്കാണ്. യൂസ് കേസിൽ ആൾക്കാർ പറയുന്നത് 2 times അല്ലെങ്കിൽ 3 times യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻപുട്ട് ലാഗ് തോന്നില്ല, ഗെയിം നല്ല സ്മൂത്ത് ആണ്. അപ്പോൾ ഒരു കൺട്രോളർ വെച്ചിട്ടോ സ്റ്റോറി ഗെയിംസ് വെച്ചിട്ടോ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഫ്രെയിം ജനറേഷൻ ടെക്നോളജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഫ്രെയിം ജനറേഷൻ ടെക്നോളജി യൂസ് ചെയ്യാൻ നേരത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അത് ഏതാണെങ്കിലും AMD ആണെങ്കിലും NVIDIA ആണെങ്കിലും ഇൻ്റൽ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 40-45 FPS നിങ്ങൾക്ക് റോ ആയിട്ട്, അതായത് 80 ഒരു അപ്സ്കെയിലിംഗ് ഇല്ലാതെ കിട്ടും
എന്നുണ്ടെങ്കിൽ മാത്രം ഫ്രെയിം ജനറേഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എൻ്റെ എക്സ്പീരിയൻസിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേസ് സെനാരിയോ. അപ്പോൾ ചില ഗെയിംസിൽ അസാസിൻസ് ക്രീഡ് ഷാഡോസ് എന്ന് പറഞ്ഞൊരു ഗെയിമിൽ ഞാൻ അപ്സ്കെയിലിംഗ് യൂസ് ചെയ്തപ്പോൾ ഉള്ള ക്വാളിറ്റി വെച്ച് നോക്കാൻ നേരത്ത് പ്ലസ് പിന്നെ അപ്സ്കെയിലിംഗ് ഇല്ലാതെ ഫ്രെയിം ജനറേഷൻ വെച്ചിട്ടുള്ള ക്വാളിറ്റി വെച്ച് നോക്കിയിട്ട് എനിക്ക് പേഴ്സണലി സ്മൂത്തായിട്ട് തോന്നിയതും, അതായത് സ്മൂത്തായിട്ട് തോന്നിയതും കുറച്ചും കൂടി ഗെയിം റെസ്പോൺസീവും ഇമേജ് ക്വാളിറ്റി ആ ഒരു രീതിയിൽ വരുന്നത് ഫ്രെയിം ജനറേഷൻ. ഗെയിം ടു ഗെയിം അത് മാറും. അപ്പോൾ ഇത് പറയാൻ കാരണം ഇന്റൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട്, ഇവരുടെ പുതിയ പാന്തർ ലൈക്ക് സീരീസിന്റെ ആ ഒരു ചിപ്പൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇന്റൽ ഒരു പക്ഷേ നമ്മളുടെ ഗെയിമിംഗ് സംഭവത്തിൽ അവരുടെ CPU ഞാൻ കുറെ നാളായിട്ട് ഇന്റൽ CPU ഉപേക്ഷിച്ചിട്ട കേസായിരുന്നു. ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു CPUയുടെ ജനറേഷൻ, അവരുടെ സോക്കറ്റ് അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിലെ LG സോക്കറ്റിന്റെ എന്താ പറയുക 1700-ൻ്റെയും പിന്നെ ആ പഴയതിനും വലിയ പിടിയില്ല. ഞാനത് കുറേ നാളായിട്ട് ഞാൻ പണ്ട് ഇത് ടെക് റിലേറ്റിൽ പ്രാന്തെടുത്ത് നിന്നപ്പോഴേക്ക് എനിക്ക് ഏകദേശം അറിയാവുന്നൊരു കാര്യമായിരുന്നു AMD എത്തലോൺ എന്ന് പറയുന്ന ആ ചിപ്പൊക്കെ ഇറങ്ങിയ സമയത്ത് തൊട്ടിട്ട് എനിക്ക് ഏകദേശം അറിയാമായിരുന്നു ഇത് AMD തിരിച്ച് നല്ല സ്ട്രോങ് ഇന്റൽ പോകുന്നുണ്ട്. ആ സമയത്ത് ഇന്റലായിരുന്നു സ്ട്രോങ്, ഭയങ്കര ഫേമസ് ആയിരുന്നു ഇന്റൽ ആ സമയത്ത്. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞു, എനിക്കൊന്ന് ഇന്റൽ വീണ്ടും ആ ഒരു കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഒരു വാർത്തയും കൂടിയുണ്ട്. ഇതൊരു കോമഡി വൈബിലെടുക്കാം. അതായത് ടർക്കിയിലൊരു കല്യാണത്തിൽ നമ്മളുടെ ചെക്കന് ഗിഫ്റ്റ് കൊടുക്കും, കൂട്ടുകാരൊക്കെയായിട്ട് ഗിഫ്റ്റ് കൊടുത്തത് ഏകദേശം ഒരു 7 ലക്ഷം രൂപയുടെ PC ഹാർഡ്വെയർ സാധനങ്ങളാണ്. ഈ 7 ലക്ഷം രൂപയുടെ സാധനത്തിൽ 3 ഐറ്റംസേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ കൊടുത്ത ഗിഫ്റ്റ് എന്നൊക്കെ പറയണത് റാം മാല, പിന്നെ CPU മാല, പിന്നെ GPU മാല. അപ്പോൾ ചെക്കൻ ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഫസ്റ്റ് നൈറ്റ് അത്ര ഉഷാറായിരിക്കില്ല, കാരണം ഭാര്യ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മളുടെ ഗെയിമേഴ്സിനുള്ള വില നമുക്ക് എല്ലാവർക്കും അറിയാലോ. എനിക്കിപ്പോൾ ഈ വർഷം 30 വയസ്സാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ 30 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 35 വയസ്സിൽ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കണ കാണാൻ നേരത്തും ബാക്കിയുള്ളവരുടെ കണ്ണിലുള്ള സംഭവങ്ങളൊക്കെ അറിയാലോ. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയതാണ്ട വൈഫിന് അത്ര വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ സംഭവം കൊടുത്തത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MSIയുടെ സുപ്രീം GeForce RTX 5090 മോഡലാണ് കൊടുത്തിട്ടുള്ളത്. റാമിൻ്റെ സ്പെക്ക് പറഞ്ഞിട്ടില്ല, DDR5 കിറ്റാണെന്നറിയാം. റാം മാല കണ്ടിട്ട് 1 2 3 4 5 6 ഉണ്ട്. ഇന്റലിന്റെ കോർ അൾട്രാ 9 285K പ്രൊസസ്സറാണ് കൊടുത്തത്. അപ്പോൾ പറയുന്നത് $7,400 തൊട്ട് $7,600 ഇടയിൽ വില, 7 ലക്ഷം രൂപ 7 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ പ്രാവശ്യത്തെ PC ഹാർഡ്വെയർ ന്യൂസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഏകദേശം ഒരു 1000 പേര് അത് കണ്ടു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വളരെ വലുതായിരുന്നു. അപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു ഇതേപോലത്തെ കണ്ടന്റുകൾ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ഞാൻ തന്നെ ആയിട്ട് തുടങ്ങി എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാമേ ഞാൻ കാണുന്നുണ്ട്. വളരെ കുഞ്ഞു ചാനലാണ്, അപ്പോൾ നിങ്ങൾക്ക് തന്ന സപ്പോർട്ട് എനിക്കത് പക്ഷേ വളരെ വലുതാണ്. അപ്പോൾ എന്ത് വന്നാലും എനിക്കിത് ആരോടൊക്കെ പറയണം, ഷെയർ ചെയ്യണം എന്നൊക്കെ ഭയങ്കര. അപ്പോൾ എനിക്ക് ഇതേപോലെയുള്ള ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ നാട്ടിൽ തന്നെ നമ്മുടെ സ്വന്തം ഭാഷയിൽ എല്ലാവരും ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും എന്ന് പറയുന്നതിന് മുമ്പായിട്ട് വേറെ കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഞാൻ ഈ PC ബിൽഡിൻ്റെ ഒരു വ്ളോഗ് വീഡിയോ പതുക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ബോറിംഗ് വീഡിയോ ആണോ, അതായത് 1 മണിക്കൂറിനും മേലെ വരുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയം വരെ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഇവിടം വരെ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. വേറെ ഒന്നുമല്ല, സംഭവം PC ഫ്ലിപ്പിങ്. ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. അപ്പോൾ PC ഫ്ലിപ്പിങ്, PC ബിൽഡിങ്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു ബിൽഡിൽ എനിക്ക് ഒരുപാട് തലവേദന വന്നിട്ടുള്ളൊരു കേസായിരുന്നു ആ ഒരു ബിൽഡ്, ഈ കാണിക്കുന്ന ബിൽഡ്. ഇത് ഓൾറെഡി ഒരു കേസ് കളഞ്ഞിട്ട് ഈ ടെമ്പററി ആയിട്ട് ഈ കേസ് വെച്ചിട്ട് പുതിയ കേസ് ഇന്ന് വന്നിട്ടുണ്ട്. നാളെ അത് ഞാൻ മാറ്റും. അപ്പോൾ PC ഫ്ലിപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ, ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങൾ, ഇങ്ങനത്തെ കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരും. അപ്പോൾ ഇവിടം വരെ വീഡിയോ എത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.